സമൂഹത്തിലെ ഓരോ വ്യക്തിയും സ്വഭാവത്തിലും ചിന്താഗതിയിലുമൊക്കെ വളരെയേറെ വ്യത്യസ്തരായിരിക്കും. വ്യത്യസ്തമായ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. ഓരോരുത്തരുടെയും പൂർവജന്മ സംസ്കാരത്തിനനുസരിച്ച് ഒരു വീട്ടിലെ തന്നെ ഓരോ വ്യക്തിക്കും ഊണിലും ഉറക്കത്തിലും ആഹാരത്തിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമെല്ലാം വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളായിരിക്കും. അവരവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലായിരിക്കും ഓരോ വ്യക്തിയും ശോഭിക്കുക. ഓരോരുത്തരും അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായി ചെയ്യുമ്പോഴാണ് വീട്ടിലായാലും സമൂഹത്തിലായാലും അവർക്ക് മാന്യത കിട്ടുന്നത്. അങ്ങനെ സ്വന്തം കർത്തവ്യങ്ങൾ അത് എത്ര വലുതായാലും ചെറുതായാലും ശരിയായി ചെയ്യുന്നവരെ മാത്രമേ സമൂഹവും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുകയുള്ളൂ. കുടുംബം നോക്കേണ്ടയാൾ ജോലിയൊന്നും ചെയ്യാതെ നടക്കുന്നതും വിദ്യാർത്ഥി പഠനത്തിൽ ശ്രദ്ധിക്കാതിരിക്കുന്നതും അധ്യാപകൻ നന്നായി പഠിപ്പിക്കാതിരിക്കുന്നതും ഉദ്യോഗസ്ഥൻ അവനവൻ്റെ തൊഴിൽ ശരിയായി ചെയ്യാതിരിക്കുന്നതുമെല്ലാം സ്വധർമ്മം ചെയ്യുന്നതിൽ കാണിക്കുന്ന വിമുഖതയാണ്. ഇങ്ങനെയുള്ളവരെ ഭർത്താവും ഭാര്യയും മക്കളും മാതാപിതാക്കളും സമൂഹവും ഒന്നും ബഹുമാനിക്കുകയില്ല. അവർ സ്വയം നിന്ദ്യരായി തീരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതു മേഖലയിലായാലും അവനവൻ ഇരിക്കേണ്ടിടത്തിരിക്കുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ജീവിതത്തിൽ ഒരു വിലയുണ്ടാകുന്നത്. അല്ലാത്തവർക്ക് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന ഗതിയായിരിക്കും. ഓരോ വ്യക്തിയും വ്യത്യസ്ത കർമ്മമണ്ഡലങ്ങളിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കുന്നത്. എല്ലാവരും ഒരേ കാര്യം തന്നെ ചെയ്യണം എന്ന് വാശി പിടിച്ചാൽ ഒരു കാര്യവും ശരിയായി നടക്കില്ല. എല്ലാവരും ഒരേപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നതിലും കാര്യമില്ല. ഓരോ വ്യക്തിയും അവനവൻ്റെ ധർമ്മം ശരിയായി ചെയ്താൽ മാത്രമേ സമൂഹം സുഗമമായി മുന്നോട്ടു പോവുകയുള്ളൂ. എല്ലാവരും ഡോക്ടർ ആയാലോ എഞ്ചിനീയർ ആയാലോ രാഷ്ട്രീയക്കാരനായാലോ സമൂഹത്തിന് ഗുണമുണ്ടാവുകയില്ല. ഓരോ വ്യക്തിയും സ്വന്തം കഴിവിനും താല്പര്യത്തിനും അനുസരിച്ച കർമ്മം ഏറ്റവും നന്നായി ചെയ്യുമ്പോഴാണ് സമൂഹത്തിനും വ്യക്തിക്കും ഉയർച്ച ഉണ്ടാവുന്നത്.